ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ യുഗത്തിലാണ്. എന്താണ് ഡിജിറ്റൽ യുഗം എന്ന് എല്ലാവർക്കും അറിയാമോ? എന്താണ് ഇപ്പൊ ഡിജിറ്റൽ, എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഡിജിറ്റൽ യുഗം നിങ്ങൾക്ക് അറിയാവുന്ന എന്തുവാ? ഫോൺ അടിച്ചാലോ ഫോൺ ഉപയോഗിക്കുന്നില്ല. അതല്ലാതെ പിന്നെന്താ അറിയാമോ ഡിജിറ്റൽ? വേറെന്താ അറിയാം? ഇവിടെ ഈ സൈഡിൽ ആർക്കും എന്തൊക്കെ അറിയാം ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ? ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എന്റെ അറിവ് കുറച്ച് ഞാനിവിടെ പറഞ്ഞുതരാം. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഹാൻഡ്സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ട കാര്യങ്ങളും നമുക്ക് നമ്മുടെ കയ്യിൽ ദൂരത്ത് എത്തും. ഇപ്പൊ ഒരു ആമസോണിൽ ഫ്ലിപ്കാർട്ട് അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് എന്തൊരു പ്രോഡക്റ്റ് നമ്മൾ പൈസ കൊടുത്തേക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യും. അത് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ. ഇപ്പൊ ഞാനിപ്പം ബാംഗ്ലൂർക്ക് പോകുന്ന ടിക്കറ്റ് ഞാൻ മൊബൈലിൽ കൂടെയാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇതൊക്കെയാണ് അതിന്റെ നല്ല സൈഡ്. ഈ പറഞ്ഞ പോലെ ഇപ്പം AI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട്? AI ഒന്ന് കൈ നോക്കാം. എത്ര പേര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേട്ടിട്ടുണ്ടത്? AI ക്യാമറ കേട്ടിട്ടുണ്ട് എല്ലാവരും? അതെന്താണ്? അത് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. AI ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഓരോ കാര്യം. ഞങ്ങളുടെ ഓഫീസിൽ ഇപ്പം മീറ്റിംഗ് നടക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് ഉണ്ട്. 1 മണിക്കൂറിലെ മീറ്റിങ്ങുകൾ ആർക്കും അവിടെ നോട്ട് ചെയ്യാൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന പ്രധാന പോയിന്റ് മാത്രം അവിടെ ഓണാക്കി വെച്ചേക്കാണ്. പ്രധാന പോയിന്റുകൾ മാത്രം അവിടെ നിന്ന് എടുത്തിട്ട് ആ ഒരു മീറ്റിംഗിന്റെ ഒരു മിനിറ്റ്സ് പോലെ ഒരു 3-4 എന്താണ് അവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഒരു 10 മിനിറ്റത്തെ കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അത്ര 10 മിനിറ്റത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ ക്രോഡീകരിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ഒരു സിസ്റ്റം അവിടെ ഇരുന്നുകൊണ്ട് അതൊരു ചെറിയ ഇതാക്കി വെച്ചേക്കും. അപ്പൊ അതിനുവേണ്ടിയുള്ള ഇതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെന്താണ് ഡിജിറ്റലൈസേഷനിൽ നമ്മളെന്താണ് ചെയ്തത്? പറഞ്ഞ പോലെ ഫോണിന് അഡിക്റ്റ് ആണ്. നമ്മുടെ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഉണ്ട്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ അപ്പുറത്തെ പ്രണയിച്ചിരുന്നോണ്ട് ഇപ്പൊ ജില്ല വിട്ടും സംസ്ഥാനം വിട്ടും നമുക്ക് പ്രണയിക്കാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നാളെ വിളിച്ചു കഴിഞ്ഞാൽ നാളെ എത്തും. ഇതാണ് നമ്മുടെ ഡിജിറ്റലൈസേഷൻ. നമ്മളെവിടെ നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഇപ്പൊ പഞ്ചായത്തിലൊക്കെ പോയി ഞാൻ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പല ആവശ്യങ്ങൾക്കും പോയി ഫോൺ പേ വേണം നമുക്ക്. അങ്ങനെയൊക്കെ കുറച്ച് പേരൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഫോൺ പേ ഉപയോഗിക്കുന്നവരുണ്ട്, ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ ഇപ്പൊ കുറെ പേര് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ നല്ല സൈഡ് അത്, ചീത്ത സൈഡാണ് ഇത്. നമുക്ക് ദൂരെ ആൾക്കാരെ നമുക്ക് വീട്ടിൽ നാളെ പ്രണയിച്ചു കൊണ്ടുള്ള അവസരങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടാകുന്ന മെസ്സേജ് ആയിട്ടൊക്കെ അതെനിക്കറിയില്ല. ഇപ്പൊ കൊറോണ വന്നതോടുകൂടി ഇപ്പൊ എല്ലാ കുട്ടികളും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. എല്ലാവർക്കും ഫോണ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാണ് അതിന്റെ നമ്മുടെ സൈഡ്. ഡിജിറ്റലൈസേഷനിൽ നമ്മൾ നിൽക്കുന്ന ഭാഗം ഇതൊക്കെയാണ്. നമുക്ക് കുറച്ചു പേരെ മെസ്സേജ് അയക്കാം. വീട്ടിലുള്ള അമ്മമാരുടെ പറയും അതെന്തോ ഫേസ്ബുക്കിൽ കണ്ടിട്ട് വന്നൊരു കൊച്ചാന്ന് പറയും. നമുക്കറിയാം, അമ്മമാർക്കറിയാവുന്ന ഡിജിറ്റലൈസേഷൻ അതാണ്. ഫേസ്ബുക്കിൽ കൂടെ പിള്ളേരെ വീട്ടിൽ കൊണ്ടുവരാൻ മക്കൾക്ക് പറ്റും. അതല്ലാതെ നമുക്ക് അതിൽ കൂടുതൽ നമുക്കും അറിയത്തില്ല അതിനെ കുറിച്ച്. ഇതാണ് നമ്മുടെ ഡിജിറ്റലൈസേഷൻ. അപ്പൊ നമ്മുടെ സമൂഹം എവിടെയാണ് ഇപ്പൊ ഇത്രയും വളർച്ച വന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ നമ്മളെല്ലാം നിൽക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിലും സാകൃഷ്ണനെ പോലുള്ള ഒരു വലിയൊരു സമൂഹത്തില് പല കാര്യങ്ങളും നമ്മൾ അവസാനമാണ് നമ്മൾ അറിയുന്നത്, അല്ലെ? നമ്മൾ അറിയുന്നതായിരിക്കും. പക്ഷെ നമ്മളിതെല്ലാം അവസാന സമയങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ എവിടെയാണ് ഇത് നമ്മുടെ തെറ്റുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ മുന്നോട്ട് വരാൻ. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ജോലിക്ക് വേണ്ടി പണ്ടൊക്കെ നമ്മൾ പറയും ആദ്യം പോയി കാല് പിടിക്കണം, അവിടെ തന്നെ ശുപാർശകളും കാര്യങ്ങളും ചെയ്തിട്ട് കയറി പോകുന്നവർ മിക്കവാറും ഉന്നത തട്ടിലുള്ളവരായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയാണ്, എല്ലാം ഡിജിറ്റലൈസേഷൻ ആയതുകൊണ്ട് അവിടെ ആളെ നോക്കിയിട്ടല്ല ജോലിക്കെടുക്കുന്നത്, കഴിവ് നോക്കിയിട്ടാണ് ജോലിക്കെടുക്കുന്നത്. ഞാനൊക്കെ പോയ മേഖലകളിലൊന്നും ഒരിക്കലും നമുക്കൊരു വേർതിരിവ് അനുഭവിച്ചിട്ടേയില്ല. ഒരു സൈഡിൽ നിന്നും കഴിവുണ്ടെങ്കിൽ കയറി പോകാൻ പറ്റും. കഴിവ് വേണം, നമ്മൾ അന്വേഷിക്കണം, നമ്മളവിടെ എത്തണം. ഇതാണ് നമുക്കൊക്കെ പറ്റാതെ പോയൊരു കാര്യം. ഇതാണ് ഒരു ഡിജിറ്റലൈസേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു സൈഡ്. ഇനി അടുത്ത പറയുന്നത്, നമുക്കിവിടെ നിന്ന് ഒത്തിരി പേര് പലരും പല മേഖലയിൽ എത്തിപ്പെട്ടവരുണ്ട്, ഒത്തിരി പേര് എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവര് നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാം ഭാഗ്യം കൊണ്ട് അവിടെ ചെന്നവരാണെന്ന് നമ്മൾ വിചാരിക്കും. ആണോ? മനസ്സിലായി? പിള്ളേരെയൊക്കെ പഠിക്കുന്ന ഭാഗ്യം കൊണ്ടാണോ? കഷ്ടപ്പാട് അറിയാതെ നമുക്ക്. എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയും, ഇവിടെ +2 പഠിച്ചു, അത് കഴിഞ്ഞിട്ട് അവിടെ പോയി പഠിച്ചു. നിങ്ങൾ നോക്കാൻ ഇടയ്ക്ക് നടന്ന കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല. ഇപ്പം നല്ല ജോലിയായിട്ട് ബാംഗ്ലൂര് ജീവിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് നടന്ന കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമോ? ചിലപ്പോ അന്ന് അറിഞ്ഞാൽ ഇപ്പം തിരിച്ചു നോക്കുമ്പോ അവൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന
പഠിക്കുന്ന ആളായിരുന്നു. അവൻ ഡിഗ്രി കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് പോയി ഇപ്പം ജോലി ചെയ്യുന്നു. ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ ആരും അറിയുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്ന ഇവിടെ ഒത്തിരി പേര് നമ്മളെ പല മേഖലയിലും ചെറുതോ വലുതായ പല മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം ഡിഫൻസിൽ വർക്ക് ചെയ്ത ആളുണ്ട്. എങ്ങനെ അവിടെ എത്തിപ്പെട്ടെന്ന് നമുക്കറിയില്ല. നേഴ്സിംഗിന് പഠിക്കുന്ന പിള്ളേർ എങ്ങനെ അവർ ഓരോ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അവർ പഠിക്കാൻ പോയത്, അവരെങ്ങനെ അവിടെ എത്തിപ്പെട്ടെന്ന് ആർക്കും അറിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒന്ന്, ഇവരെ എങ്ങനെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നമ്മുടെ ഒരു കാര്യത്തിലൂടെ ഉപയോഗിക്കാൻ നോക്കുകയാണ്. പലരും പല രീതിയിലും പലയിടത്തും ഇപ്പം അലീന അവൾ ജോലി ചെയ്യുന്നു. അവളും വളരെ കഷ്ടപ്പെട്ട് 3-4 വർഷം പഠിച്ചിട്ടാണ് അവൾ ജോലി ചെയ്യുന്നത്. അവൾ പോയ പ്രോസസ്സ് ആർക്കും അറിയത്തില്ല. നമുക്ക് ഏതൊക്കെ വഴിക്കൂടെ വന്നിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു എന്ന് മാത്രം ഞാനിപ്പം പറയാം. ആ ഒരു ഭാഗ്യം ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് എങ്ങനെ ഇവരൊക്കെ പോയ വഴികൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവരെ കൊണ്ട് തന്നെ നമുക്കിവിടെ പറയിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോസസ്സ് നമുക്കിവിടെ അന്വേഷിക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് 2 പാർട്ടാണ്. ഒന്ന്, ഇപ്പം പറഞ്ഞ ഡിജിറ്റലൈസേഷൻ, ഈ ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇങ്ങനെയുള്ള ഉപയോഗങ്ങളെ കുറിച്ചും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും അതുപോലെ ഇപ്പം എൻ്റെ മേഖലയെ കുറിച്ച് എനിക്കറിയാം. അവിടുത്തെ ഡിജിറ്റലൈസേഷൻ എന്താണെന്ന് എനിക്കറിയാം. അതുപോലെ ഇപ്പം നേഴ്സിംഗ് പഠിക്കുന്ന പിള്ളേർക്ക് അവരെങ്ങനെ എന്തൊക്കെ പണ്ടത്തെ നേഴ്സിംഗ് ആണോ ഇപ്പം പണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇപ്പം എല്ലാം കമ്പ്യൂട്ടർ. നേഴ്സിംഗ് പഠിക്കുന്നവർക്കെല്ലാം കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവർ കമ്പ്യൂട്ടറെ ഫീഡ് ചെയ്ത് നാളെ ആൾക്കാർ വരുമ്പോൾ ഹാൻഡ് ഓവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സിസ്റ്റത്തിൽ ഫീഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കണം. നാളെ ഡോക്ടർ എന്ന് ചെയ്യുന്നത് എന്താ? ഈ ഒരു സിസ്റ്റത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ഡോക്ടർ നോക്കുള്ളൂ. ആ സൈഡിൽ എല്ലാ സൈഡിലും ഡിജിറ്റലൈസേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ ഫീൽഡ് എങ്ങനെയാണ് ഡിജിറ്റലൈസേഷൻ പ്രാവർത്തികമാക്കുന്നത്, അവരുടെ മേഖലയിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ദോഷങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓരോ 2 ക്ലാസ്സുകളായിട്ട് ഇവർ ഓരോരുത്തരുടെ മേഖല അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുകൂടെ പറഞ്ഞുതരും. 2, ഇവരൊക്കെ എങ്ങനെയാണ് ഒരു കരിയറിൽ എത്തിയേക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് ഉപയോഗിക്കാം. 2ാമത്തെ കാര്യം നമുക്കറിയാം. ഇപ്പം ഒരാൾ നേഴ്സിന് പോകുന്നതിന് മുമ്പുള്ള നേഴ്സിംഗ് പറഞ്ഞാൽ കുറേ പേർക്കറിയാം എങ്ങനെ നേഴ്സിൻ്റെ കാര്യങ്ങളുള്ള അവരെക്കുറിച്ച് അവർക്കത് പറഞ്ഞുതരാം. അതുപോലെ ഓരോരോ മേഖലകളിലും നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ നമുക്കിവിടെ ഓരോ ചർച്ച വെച്ചിട്ട് അതെല്ലാവരും വേണം. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ സൊസൈറ്റി ഡിജിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ അവയർനെസ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും കൂടിയാണ്. എല്ലാവർക്കും കൂടി കരിയർ ഗൈഡൻസ് എന്താ പിന്നെ ഒന്നുകൂടി ചുരുങ്ങി ഇപ്പം പഠിച്ചിട്ട് പിള്ളേർക്കാകാം. പക്ഷെ ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ട് നമ്മളൊരു അരമണിക്കൂർ ക്ലാസ് എല്ലാ ദിവസവും അല്ല സോറി മാസത്തിൽ ഒരു ക്ലാസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ വരുന്ന അനുസരിച്ചിട്ട് ഞാനത് കോർഡിനേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം 10 മിനിറ്റ് തലയാഴ്ച നമ്മൾ പറഞ്ഞുകൊണ്ട് അടുത്താഴ്ച നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം ഒരു എന്താ ഇപ്പോൾ ഫേസ്ബുക്കിനെ കുറിച്ചായിരിക്കാം. അപ്പം അത് നിങ്ങൾ പോയിട്ട് നിങ്ങളെ കാര്യങ്ങളെ പോയിട്ട് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളത് വായിച്ച് കൊണ്ടുവരിക. നമുക്ക് ഇവിടെ വന്നിട്ട് അത് ഡിസ്കസ് ചെയ്യാം. 2ാമത്തെ സെക്ഷനിൽ അടുത്തൊരു 10 മിനിറ്റ് ഈ പറഞ്ഞ കരിയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ട് പിന്നെ അടുത്ത 10 മിനിറ്റിൽ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ചത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കൂടെ എനിക്കൊന്ന് കേൾക്കണം. ഇതിൽ കൂടുതൽ എങ്ങനെ ചെയ്യാൻ പറ്റും, ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഈ പറഞ്ഞതിനകത്ത്? ഇതിന്റെ ഒരു പോസിബിലിറ്റി എന്താണ് നിങ്ങളുടെ ഒരു സൈഡിൽ നിന്നുള്ള വിപിനെന്തിനാണ് പഠിക്കുന്നത്? നല്ലൊരു പാസ്സായിരുന്നു. അതിന്റെ അഭിപ്രായമുണ്ട്. ഇത് മുന്നോട്ട് തന്നെ നമ്മുടെ പള്ളിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു ക്ലാസ്സുകൾ നയിച്ചു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് അത് അനുഗ്രഹമാകും. അതിപ്പോ ഞാൻ ഒരു കാര്യം പറയാം. എനിക്കറിയത്തില്ല ഇവർ ഈ ഓരോ കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കണക്ടർ ആയിരിക്കും. ഇപ്പൊ ഞാൻ അവിടെ ഇരുന്നാണെങ്കിലും ഇവരെന്തിനാ പഠിക്കുന്നത് എന്നുള്ളത് ഇവരെന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തമ്മിലൊരു കണക്ട് ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ എനിക്കറിയില്ല ഒരു കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പോലെ എനിക്കറിയത്തില്ല. ഇപ്പൊ 10ാം ക്ലാസ് പഠിക്കുന്ന എത്ര പേരുണ്ട്? +2. ഇവരൊക്കെ അടുത്ത കാര്യങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്കത് അറിയില്ല. അപ്പൊ നമ്മൾ തമ്മിലൊരു കണക്ഷൻ വരും. അതാണ് കൂടുതൽ ഒരു കണക്ടർ ആയിട്ട് ലിജോയെ തൊട്ട് ഏതൊക്കെ കുട്ടികളാണ് അങ്ങനെ വീട്ടിലുണ്ടോ? ഇതിനാണ് ഗ്രൂപ്പിനുണ്ട്. ഇവരുടെ എല്ലാം പേരൻസിനോടും ഇവരോടും നമ്മൾ നിങ്ങളുടെ ഭാവി നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ആകാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ ആദ്യം ഒരു ചെറിയ പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് പേരൻസും കുട്ടികളും എഴുതി കൊടുക്കും. ഇയാൾക്ക് ഒരു അഭിപ്രായമായിരിക്കും, ഇവരുടെ പേരൻസിന് വേറൊരു അഭിപ്രായമായിരിക്കും. ഇത് മനോജ് ഇത് മൊത്തം നോക്കി വായിച്ചിട്ട് ഓരോരുത്തരും അവർക്ക് എന്ത് ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. ക്ലാരിഫിക്കേഷൻ എന്നുള്ളതല്ല, നമുക്ക് എന്ത് അവരെ ഹെൽപ്പ് ചെയ്യാം, അവരുടെ ഇത് ധരിച്ചു വെച്ച ധാരണകൾ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക. ഇത് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞത്
അവരുടെ ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് തന്നെ അവർ എന്താണ് അവർ ആഗ്രഹിക്കുന്നുള്ളത് ഒന്ന് എഴുതി കഴിയണം ഈ പഠിത്തം. കുറെ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്, പക്ഷെ അവർക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞ കുറെ കൂടുതൽ സാധ്യതകൾ ഉണ്ടെന്നുള്ളത് ഇവിടെ പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കുകയും ചെയ്യാം. ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നത് പഠിച്ചാൽ മാത്രമേ, പഠിക്കരുതെന്നല്ല പറഞ്ഞത്, പഠിച്ചാൽ മാത്രമേ രക്ഷപ്പെടുന്ന എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഒരു ഉദാഹരണം പറയാൻ, നല്ലതോ ചീത്തയാവട്ടെ, ഇപ്പൊ ഒത്തിരി പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഒത്തിരി പേര് കാശ് ഉണ്ടാക്കുന്നുണ്ട്, അറിയാലോ. ഇതിന്റെയൊക്കെ സാധ്യതകൾ ഒരു സൈഡിലുണ്ട്. എല്ലാവരും ആ സൈഡിൽ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്തവരും വെറുതെ തെറി വിളിച്ച് വരെ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കാശ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ നല്ല സൈഡ് നമുക്ക് എടുക്കത്തില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒത്തിരി സാധ്യതകളുണ്ട്. ആരും വിചാരിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് കുറെ ഇരിക്കുന്നത് നമുക്കൊന്നും ആകാൻ പറ്റില്ലെന്ന് ആരും വിചാരിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് മുന്നോട്ട് വരണം, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് കൂടാതെ തന്നെ അതില്ലാത്തതിന് വേറെ ഒത്തിരി സാധ്യതകൾ നമ്മുടെ സൈഡിലുണ്ട്. ഈ പറയുന്ന പോലെ ഡോക്ടറോ എഞ്ചിനീയറോ IAS മാത്രമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഇപ്പൊ അവര് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ. കാരണം കൊറോണ വന്നതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റും. ഏതൊക്കെ ഡോക്ടർമാർക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? ഏതൊരു കളക്ടർക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്കെല്ലാം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പൊ അതുപോലെ ഒത്തിരി സാധ്യതയുള്ള മേഖലകളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മളിവിടെ ചിന്തിക്കുന്നതായിരിക്കും ഓരോ ആഴ്ചകളിലും. പിന്നെ എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും, നമുക്ക് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. കാരണം സോഷ്യൽ അവയർനെസ് തന്നെ എല്ലാവർക്കും വേണ്ടാണ്. നമുക്കൂടെ മനസ്സിലായാലും നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ഈ പറയുന്ന നിങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ക്ലാസ് എടുക്കുന്നത്. ഇപ്പം എനിക്കറിയത്തില്ല ശ്രീ ചേച്ചി എന്താ ചെയ്തത്, എവിടെ പഠിച്ചത്. ശ്രീ ചേച്ചിയുടേതായ വിദ്യാഭ്യാസ കാലങ്ങളിൽ കൂടെ കടന്നുപോയ കാര്യങ്ങൾ ശ്രീ ചേച്ചിക്ക് പറഞ്ഞു തരാൻ പറ്റും. അതുപോലെ ഓരോരുത്തരും, പിന്നെ ചേച്ചി ഉണ്ട് ഇവിടെ. ഇപ്പൊ ഓരോരുത്തരും അവിടെ വരെ ഓരോരുത്തരും എത്തിപ്പെട്ട മേഖലകൾ അവർ എന്തുകൊണ്ടും കഷ്ടപ്പെട്ടു. രണ്ടാമത് ഏതൊക്കെ മേഖലകളിൽ പോയിട്ടാണ് അവിടെ എത്തിയത്. നമ്മള് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ ഇപ്പൊ ഡിഗ്രിക്ക് പോകുന്ന എങ്ങനെ അതുപോലെ അറിയത്തില്ലാത്ത കുറച്ച് പേരുണ്ട്, ഇല്ലേ? ഇപ്പൊ നമുക്ക് എല്ലാ രീതിയിലും ഏത് മേഖലയിൽ എങ്ങനെ പോകാന്നുള്ളത് ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കാം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇതിനൊരു പേര് കാണാൻ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിനെന്താണ് ഒരു പേര് നമുക്ക് പിന്നീട് ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് പോകുന്നതനുസരിച്ച് നമുക്ക് ഇതിന്റെ ഒരു പേര് ഇട്ടുകൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ അവയർനെസ് ആണ്. പ്ലസ് കരിയർ ഗൈഡൻസ് കൂടെ നമ്മൾ ഇതിലൂടെ പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 15 ദിവസം BBS ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചിട്ട് എല്ലാ മാതാപിതാക്കളെയും പിള്ളേരെ പിടിച്ചിട്ട് അത് നല്ലൊരു അവസരമായിരുന്നു. നമ്മളെ പിള്ളേർക്ക് കൂട്ടുണ്ടോ? അത് ഞാൻ ശ്രമിക്കാം. ഞാനിവിടെ ഉള്ള സമയത്താണ് എനിക്ക് തുടക്കത്തിൽ 1-2 സമയത്ത് ഞാനിവിടെ കൂടിയിട്ടാണ് എന്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ആ സമയത്ത് ഞാനുണ്ടെങ്കിൽ അത് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാന്നാണ് ഞാൻ പറയുന്നത്. വെളിയിൽ നിന്നുള്ളവർ നമുക്ക് അതിന്റെ കാരണം വെളിയിൽ നിന്നൊരാൾ വരുന്നത് ഓക്കെ, നമുക്കത് മുന്നോട്ട് വെക്കാം. പക്ഷെ ഇപ്പം ഒരു 1-2 സമയത്തേക്ക് ഞാനൊന്ന് കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ആർക്ക് വേണേലും ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പം അതാണ് ഡിജിറ്റലൈസേഷൻ വരുന്നത്. ഞാനിവിടെ വരണമെന്നില്ല, ഈ ഒരു പരിപാടി നടക്കുന്നതിന് ഞാനിവിടെ വരണമെന്നില്ല. ഞാനൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയോണ്ട് വേറെ ആള് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ വ്യക്തിയല്ല ഇവിടെ വരുന്നത്. നമ്മുടെ സമൂഹം രക്ഷപ്പെടണം. നമുക്ക് എങ്ങനെ സമൂഹം മുന്നോട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ വരുന്നിടത്ത് നമ്മൾ എങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് നമ്മൾ നിന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നമുക്ക് വരും ആഴ്ചകളിൽ ഇനിയിപ്പോ ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം വീട്ടിൽ പോയിട്ട് ഇപ്പം കിട്ടിയൊരു തോട്ട് വെച്ചിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരോടോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് അതിന്റെ ഒരു അഭിപ്രായങ്ങൾ എടുത്തോണ്ട് എനിക്ക് തോടന്റെ ഇത് വെച്ചിട്ട് ഇപ്പൊ അത് വേറെ ഗ്രൂപ്പ് വേണ്ട. കാരണം ഇത് എനിക്ക് വേണം, എല്ലാവരും വേണം. അപ്പൊ നമുക്ക് അതിനകത്ത് വേറെ വലിയ കാര്യങ്ങൾ വരുന്നില്ലല്ലോ. ആ സമയത്ത് ചെയ്യാം. അത് മാറ്റാനുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നേ. അതൊക്കെ മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. വിഷയമില്ലാതെ നമ്മൾ മാറ്റാൻ നോക്കുക. നമുക്കെല്ലാം വേണം, പക്ഷെ അതെങ്ങനെ വിഷയമില്ലാതെ നോക്കാനാണ് നമ്മൾ നോക്കാൻ പറ്റുന്നത്.
നമുക്കിപ്പം പിന്നെ BBS പാലിച്ച് പോകാൻ പറ്റില്ല. അന്ന് മിക്കവാറും ഞാനിവിടെ ഒരു ദിവസം ഞാൻ കാണും. ഉറപ്പായിട്ട് ആ ഒരു സമയത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഞാൻ ശ്രമിക്കാം. അതിന്റെ കൂടെ ഒരു ക്ലാസ് അല്ലാതെ വേറെ ശരിയാണ്. കാരണം ഞായറാഴ്ച എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇത്ര സമയം എടുക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസരങ്ങളിൽ കൂടെ കൂടുതലും നമുക്ക് നോക്കാൻ പറ്റും. BBS സമയത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു സമയത്ത് ഓക്കെ ഉറപ്പായിട്ടും അതെല്ലാം പറയാനുള്ള വേദിയുണ്ട്. ചെയ്യാം, നമുക്കത് ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഉറപ്പായിട്ടും ചെയ്തത്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഒരു ചെറിയൊരു അവസരം തന്ന നമ്മുടെ കോർ ഓഫീസർക്കും അമ്മയ്ക്കും കമ്മിറ്റിക്കാർക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.